കൂട്ടുകാർ ബോട്ട് പണിക്ക് പോകാൻ നേരത്തെ കറിക്ക് മീൻ പൊതുവെ കാണത്തില്ല. അത്തരം സാഹചര്യങ്ങളിൽ ഒന്നെങ്കിൽ അയലത്തെ ബോട്ടിൽ നിന്ന് എന്തെങ്കിലും കറിക്ക് വാങ്ങും, അല്ലെങ്കിൽ ഹാർബറിൽ നിന്ന് തന്നെ നേരത്തെ വാങ്ങി വയ്ക്കും. ഇല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ വാങ്ങി കറി വയ്ക്കും. ഇതാണ് നമ്മുടെ കടൽപ്പണിക്കാരുടെ ഒരു രീതി. അങ്ങനെ നൈസായിട്ട് 2 ചെറിയ കോഴി നോക്കി വാങ്ങിച്ചു. ചെറിയ കോഴിയാകുമ്പം മാംസം അത്രയ്ക്ക് നല്ല കയറ് പിരി പോലെ ഇരിക്കത്തില്ല, ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അങ്ങനെ 2 കോഴി വാങ്ങി വെട്ടി കൊണ്ടുവന്ന് 2-3 വെള്ളത്തിലൊന്ന് മാറി കഴുകി നീറ്റായിട്ട് കൊണ്ടുപോയാണ്. ചോറ് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി കറിയാക്കിയാൽ മതി. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി ലൈറ്റായിട്ട് ചിക്കൻ പറക്കിയിടണം. ചിക്കൻ പറക്കിയിട്ടൊന്ന് വറുത്ത് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ. കാരണം എണ്ണയൊന്ന് ചൂടായി കഴിഞ്ഞാൽ ബാക്കിയുള്ള മസാല നമുക്ക് ആഡ് ചെയ്യാം. അതിന് വേറെ തടസ്സമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ കറിക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും മറ്റു കാര്യങ്ങളെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി നേരത്തെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടായ ഉടനെ തന്നെ അതിനകത്തോട്ട് ചിക്കൻ പറക്കിയിടുകയാണ്. ചിക്കൻ മൊത്തത്തിൽ പറക്കി ഇട്ടിട്ട് ബാക്കിയുള്ള മസാല ആഡ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ വെക്കുന്ന കറിയുടെ രീതിയിൽ ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട് ബോട്ടിലെ ചിക്കൻ കറിയിൽ. കാരണം കറി വെക്കുന്ന ഓരോ ആളുകൾക്കും ഓരോ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് അവരവരുടെ ഇഷ്ടത്തിനുള്ള കറിയാണ് ഓരോ കറിക്കാരനും വെക്കുന്നത്. പിന്നിപ്പോൾ കറി വയ്ക്കുന്ന അനീഷാണ്. അനീഷ് മാർത്താണ്ഡം തുറയിലുള്ള ആളാണ്. നമ്മുടെ രീതിയിൽ കുളച്ചക്കാരനെന്ന് പറയാം. അങ്ങനെ ആശാൻ്റെ ലൈറ്റായിട്ട് ഉപ്പിടിയാണ് ഫസ്റ്റ്. ഉപ്പിട്ട് ഒന്ന് പാകപ്പെടുത്തണം ഇറച്ചി. എണ്ണ ഏകദേശം നന്നായി ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നൈറ്റായിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടണം. ഇറച്ചിക്ക് ഉപ്പും മസാലയും പിടിച്ചാലേ അതിൻ്റേതായ ഒരു കറിക്കുള്ള ഒരു അഴക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബോട്ടിൽ മീൻ കറിക്ക് പകരം വല്ലപ്പോഴാണ് ഇറച്ചി. പിന്നെ നമ്മൾ ഇറച്ചിക്കറി വെക്കുമ്പോൾ നല്ല അടിച്ച് പൊളിച്ച് ആസ്വദിച്ച് വെക്കുക. പിന്നെ നേരെ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ നന്നായിട്ടൊന്ന് മസാല ഒന്ന് സെറ്റാകും. അപ്പോൾ ഏകദേശം ഇറച്ചിയുടെ ഉള്ളിൽ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഉപ്പൊന്നുകൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഇറച്ചിക്ക്. ഇനി ലേശം കുരുമുളകിൻ്റെ കുറവുണ്ട്. അങ്ങനെ നമ്മുടെ അനീഷ് ഉപ്പ് നോക്കിയാണ്. അടുത്ത ഉപ്പ് നോക്കാൻ കൊടുത്തു. അങ്ങനെ ജോഷ് ഉപ്പും മസാലയൊക്കെ നോക്കിയിട്ട് ഏകദേശം ഓക്കെ എന്ന് പറഞ്ഞു. ഇനി അങ്ങോട്ട് സ്പൈസിലേക്ക് കിടക്കാം. ആദ്യം കുരുമുളക് ഇട്ട് ഒരിളക്ക്. ഇനി രണ്ടാമത്തെ ഐറ്റമാണ് അടുത്ത സ്പൈസ്, മെയിൻ ഐറ്റം മുളക് പൊടി. പിന്നെ മുളക് പൊടി തന്നെ ലൈറ്റായിട്ട് ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി നേരത്തെ ഇട്ടുകൊണ്ട്. ഇനി നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റായ മല്ലിപ്പൊടി. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം ഇറച്ചിയിൽ മസാലയുടെ മെയിൻ ഐറ്റംസ് അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. കുരുമുളക്, മുളക്, മല്ലിപ്പൊടി ഇത് 3ഉം കൂടെ പിടിച്ചാലേ കറിയാവത്തുള്ളൂ. അങ്ങനെ ഏകദേശം കറക്റ്റ് കറിയുടെ കളർ ഇപ്പോഴാണ് കിട്ടിയത്. ഇനി ഒന്നുകൂടെ ഉപ്പ് നോക്കാം. കാര്യം എന്തൊക്കെ പറഞ്ഞാൽ കറിയിൽ ഉപ്പ് കറക്റ്റായിട്ട് പാകത്തിന് എത്തിയില്ലെന്നുണ്ടെങ്കിൽ കറി ഒരു കാശിനും കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉപ്പ് നോക്കി ഉപ്പ് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് ഇറച്ചിക്കറി എന്ന് വാഗുകൊണ്ട് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഒരു 2-3 സെക്ഷനായിട്ടാണ് ഇപ്പോൾ അനീഷ് ഉപ്പിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പുള്ളിക്ക് തന്നെ നല്ല ഡൗട്ടുണ്ട് ഉപ്പ് പാകമായോ ഇല്ലയോ. ഓരോ തവണയും ജോഷിയെ കൊണ്ട് ഉപ്പ് നോക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ടിൽ ഞങ്ങളൊരു 5 ബംഗാളി, 5 മലയാളി, 2 തമിഴ്നാട്ടുകാർ. അതിൽ ഒരാൾ സ്രാങ്കും ഒരാൾ അഡീഷണൽ സ്രാങ്കുമാണ്. പക്ഷേ ഏകദേശമൊക്കെ കറി ഒന്ന് സൈസായി വരുന്നുണ്ട്. തിളയൊക്കെ വന്ന് തുടങ്ങി. ഇതുവരെയും തക്കാളിയും ഉള്ളിയും കാര്യങ്ങളൊന്നും സെറ്റാക്കിയിട്ടില്ല. ഇപ്പോൾ ഏതാണ്ടൊക്കെ ഉഷാറായിട്ടുണ്ട്. തിള ഏകദേശം കറക്റ്റായി. സ്രാങ്കിന് കൊണ്ട് ഉപ്പ് നോക്കാൻ കൊടുക്കുകയാണ്. ആശാൻ ഉപ്പ് നോക്കിയിട്ടുണ്ട്. പിന്നെ പുള്ളിയുടെ മുഖം പുള്ളി കാണിക്കുന്നില്ല, ആൾ തിരിഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത്. അയാൾ ചെന്നാലേ കറിയുടെ രീതിയിലൊരു പാകം ആകത്തുള്ളൂ. പിന്നെ ബോട്ടിൻ്റെ തൊട്ട് പരിസരത്ത് മറ്റു പണികൾ നടക്കുന്നുണ്ട്. വെൽഡിങ്ങും പിന്നെ അതുകണക്ക് തന്നെ പൈപ്പ് റീപ്ലേസ്മെൻറ്റും. അതിൻ്റെ തട്ടും മുട്ടും എരപ്പുമൊക്കെ അതിനകത്തുണ്ട്. പിന്നെ തൊട്ടടുത്ത് ഐസ് പ്ലാന്റാണ്, അതിൻ്റേതായ സൗണ്ടും ഉണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഏകദേശം കറി ഒന്ന് ഫോമായി. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം താണ്ട് ഉള്ളിയും തക്കാളിയും എല്ലാം ഇടിയാണ്. പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. സാധാരണ കറിവേപ്പിലേക്ക് ഇട്ട് എണ്ണ തിളപ്പിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഇത് അനീഷിൻ്റെ കറി എന്ന് പറയുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും കഴിച്ചു നോക്കുമ്പോൾ അറിയാം ആശാൻ്റെ കറി എങ്ങനെ ഇരിക്കുമെന്ന്. ഏകദേശം ഒരു 1:45 ടൈമായി. അത്യാവശ്യം നല്ലതായിട്ട് വയറ് വിശക്കുന്നുണ്ട്. ആൾ വീണ്ടും ജോഷുവാടയിൽ ഉപ്പ് നോക്കാൻ കൊടുക്കുകയാണ്.
ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഓക്കെ ആയി. ശകലവും കൂടി ഇട്ടാൽ കറി സൈസാവുമെന്ന് അവനും പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളുടെ ക്ലൈമാക്സ് എത്തി. ഇനി ലേശം പെപ്പർ മസാല, അതായത് കുരുമുളക് പൊടി, അതും കൂടി ഇട്ടാലും ഓക്കെ. നന്നായിട്ടൊന്ന് ഇളക്കി. അപ്പോൾ ഏകദേശം ചിക്കൻ നന്നായിട്ട് വെന്ത് കേട്ടോ കൂട്ടുകാരെ. കാരണം അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഇരുന്ന് തിളച്ചപ്പോഴത്തേക്ക് കറി അതിൻ്റെതായ രീതിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിയും തക്കാളിയും ക്ലൈമാക്സിൽ ഇട്ടുകൊണ്ട് അതിനി എന്താവുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ താണ്ടെ ഫൈനൽ ടച്ച്, കറി അടച്ചു വെച്ച് ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് താണ്ടെ ഇത് വിളമ്പിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. അവൻ്റെ കറിയുടെ പ്രിപ്പറേഷൻ ഇത്തിരി അഡ്രസ്സ് അറിയാത്ത കണക്കാണെങ്കിലും കറി നല്ല അടിപൊളി, നല്ല വാസനയും നല്ല മസാലയും, വെള്ളം പോലെ കിടക്കില്ല, നല്ല കുറുകി തന്നെ കിടപ്പുണ്ട്, കൊള്ളാം. ഫസ്റ്റ് ജോഷുവ കഴിച്ചു നോക്കിയാണ്. ആശാന്തി പറഞ്ഞിട്ടുണ്ട് അടിപൊളിയെന്ന്. ഇനി നമ്മുടെ മറ്റ് ബംഗാളി കൂട്ടുകാരുണ്ട്, അവർക്കും എല്ലാവർക്കും വിളമ്പി അനീഷ് കൊടുക്കുന്നുണ്ട് കിച്ചനകത്ത് നിന്നിട്ട്. എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് മാറി. കറി വെച്ച് എൻ്റെ ഹാപ്പിയിൽ ആശാന്തി തുള്ളിയാണ്. ഇതൊരു മലയാളി ചേട്ടനാണ്, പുള്ളി വെൽഡറാണ്. പക്ഷേ ഞങ്ങളുടെ ബോട്ടിൽ ആളില്ലാന്ന് എൻ്റെ ഓർത്ത് പുള്ളി ടീപ്പിക്ക് വന്നത്. ആശാനും പറഞ്ഞു കറി കൊള്ളാമെന്ന്. പിന്നെ എല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് വരത്തില്ല, അത്യാവശ്യം തൊണ്ടയ്ക്കിരിക്കുന്ന പേടിയുള്ളവർ മാത്രം വെള്ളം എടുക്കും. ഇത് ബംഗാളികളാണ്. ബാക്കി മേളിൽ നിൽക്കുന്നവരൊക്കെ എല്ലാവരും നൈസായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനെന്ത് എൻ്റെ പങ്ക് കഴിക്കുകയാണ്. നൈസായിട്ടൊരു ലെഗ് പീസ് തന്നെ ഞാൻ ചോദിച്ച് മേടിച്ച്. എന്തായാലും കറി ഒരു രക്ഷയില്ല, ഉഗ്രൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം. ബൈ.